ഗിരിയുടെ എന്തിനായിരുന്നു ഗിരി? എനിക്ക് വയ്യ, ഈ വീർപ്പുമുട്ടിലിനി വയ്യ. ഈ കിടപ്പ് കണ്ണീന്ന് പോണില്ല. ഒരു കുറ്റവാളിയെ പോലെ. വേണ്ട വേണ്ട, എനിക്ക് അവകാശമില്ല പവേട്ട. എനിക്ക് മീനാക്ഷി കെട്ടാൻ. കാത്തിരിപ്പ് തീരുന്നതിന് മുമ്പ് പുറപ്പെട്ടതാകില്ല. ഇയാൾ വരുമായിരുന്നു ഇങ്ങനൊരു ട്രാജഡി നടന്നില്ലായിരുന്നെങ്കിൽ. പിന്നെ എനിക്ക് എന്താ അവകാശം? പിന്മാറേണ്ടവനെ ഞാൻ. വാക്ക് പാലിക്കാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ച് വെറും സ്വാർത്ഥത. എന്റെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. എന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഈ ശരീരം മാത്രമാണ് തളർന്നിട്ടുള്ളത്. ഈ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മീനാക്ഷി. എന്നിട്ട് ഞാനത് കണ്ടില്ല എന്നടിച്ചു. ഐ എം എ ഡർട്ടി സെൽഫിഷ് ഡോഗ്. എന്നേക്കാളും ഇവന് വേണം മീനാക്ഷിയെ. ഇവനാരുമില്ല മീനാക്ഷി അല്ലാതെ. സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചത് തെറ്റ്. സ്നേഹം പിടിച്ചു വാങ്ങിയത് തെറ്റ്. എല്ലാം ഒളിപ്പിച്ചു വെച്ച് ആശകൾ തന്നത് വലിയ വലിയ തെറ്റ്. തെറ്റുകൾ ഒരുപാടായി. അഖിലിന്റെ മുമ്പില് ഞാൻ ആരുമല്ല തനിക്ക്. ആരും ആകരുത്. ഇനി എന്ത് തീരുമാനം മീനാക്ഷിക്ക്? എനിക്ക് സന്തോഷമുള്ളൂ. ഈ ജീവിതം കൊണ്ടൊരു വലിയ പുണ്യം തനിക്ക് കഴിയും. തന്റെ അച്ഛൻ പറയാറുള്ള പോലെ അവന് താനേ ഉള്ളൂ. മോളെ, മരിക്കണേന് മുമ്പ് അവസാനമായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലേ ചേച്ചിക്ക്? അവൻ ആരുമില്ല, എന്തു വന്നാലും അവനെ ഉപേക്ഷിക്കരുതെന്ന്. അച്ഛൻ്റെ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ചേച്ചി. അച്ഛൻ ഇപ്പോഴും എന്നോട് പറയണില്ലേ ആരെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? ഈ ജീവിതം കൊണ്ടൊരു വലിയ പുണ്യം. ഇനി പറഞ്ഞ പോലെ എനിക്കതിന് കഴിഞ്ഞാലോ? വേണ്ട കുട്ടി, വേണ്ട. അഖിലിനോടുള്ള ഇഷ്ടം കൊണ്ടാ ഗിരി അങ്ങനെയൊക്കെ പറഞ്ഞത്. അത്ര പെട്ടെന്നൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവോ? നോക്കാവോ? എല്ലാരും ആശിച്ചു പോയതല്ലേ. എങ്കിൽ എന്നോടൊന്നും പറയാതിരിക്കായിരുന്നില്ലേ? എന്നെ ഒന്നും അറിയിക്കാതിരിക്കായിരുന്നില്ലേ? അപ്പോ ഒക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാലും മോളെ, നിന്റെ ജീവിതം വേണ്ട. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വേണം ചേച്ചി. എന്റെ ജീവിതത്തിന് വേണ്ടി
എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഗിരിയെ വിവാഹം കഴിച്ചാലും എന്നും ഞങ്ങളുടെ മുമ്പിൽ അകലുണ്ടാവും, ഒരു ഗിൽറ്റായിട്ട്. അത് വേണ്ട, വേണ്ട ചേച്ചി. ഇതിപ്പോ ഗിരിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ അകലല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ കരുതിയാ പോരെ. ഇവിടുത്തുകാരെ വിശ്വസിക്കണ പോലെ ഭഗവാൻ വന്ന് ശരിക്കും വെണ്ണുകെട്ട് തിന്നുണ്ടാവുമല്ലേ? ഇവരുടെയൊക്കെ ആഗ്രഹങ്ങള് സാധിക്കണുണ്ടാവും അല്ലേ? ഇപ്പൊ ഞാനൊരു ഉറി കെട്ടുകയാണെങ്കിൽ എന്താ ആഗ്രഹിക്കേണ്ടത്? ഞാൻ എന്ത് തീരുമാനം എടുത്താലും സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ? തീരുമാനിച്ചോട്ടെ ഞാൻ. ആരെ വേദനിപ്പിച്ചാലാ എനിക്ക് സന്തോഷാവുക? ആരെങ്കിലും വേദനിപ്പിച്ചല്ലേ പറ്റൂ. ഗിരിയെ വേദനിപ്പിക്കട്ടെ ഞാൻ. ഇതും നമുക്കൊരു തമാശയാക്കല്ലേ? ഈ കൃഷ്ണകുടിയിൽ മീനാക്ഷി ഗിരി കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓർമ്മകളിൽ എവിടെയും ഇങ്ങനൊരു മീനാക്ഷിയെ ഗിരി അറിയില്ല. ഒന്നും പറയാനില്ലേ ഗിരിക്ക്? മോഹിച്ചത് വെറുതെ, കാത്തിരുന്നത് വെറുതെ, നേർച്ചകൾ നേർന്നത് വെറുതെ അല്ലേ? ആ നെഞ്ചത്തെ കൈവച്ച് പറയാമോ ഒക്കെ വെറുതെ ആയിരുന്നത്? പിന്നെ എന്തിന്? എന്നോട് പറഞ്ഞില്ലേ എല്ലാം മറന്ന് എല്ലാം പുറത്ത് വിട്ടുതരൂ മീനാക്ഷിയെന്ന്? ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുക, തനിക്ക് പറ്റുമോ? പറ്റുമോ മീനാക്ഷി മറക്കാൻ? പിന്നെ എന്തിനു ഗിരി? എന്ത് പുണ്യത്തിന് വേണ്ടിയിട്ട് ഈ തീരുമാനം? എന്നൊരു ശാപ ഞാൻ അവക്ക്. ഇനി ഈ ശാപ അവക്ക് വേണ്ട. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ഞാൻ പറയാം. മീനാക്ഷി ഇങ്ങോട്ട് വിളിപ്പിക്കേ. ഒരുപാട് സ്നേഹം തന്നില്ല എനിക്ക്, മതി ഇനി. ആ തോക്കെപ്പോഴും കയ്യില്. കൊന്നോടെ തനിക്കെന്നെ. ഇല്ലെങ്കിൽ ഈ തലയണോണ്ട് മെല്ലെ മുഖത്തേക്കൊന്ന് അമർത്തിയാ മതി. എല്ലാ എളുപ്പം കഴിയും. പ്ലീസ് പ്ലീസ് ഗിരി. മതി. കൊല്ലണമെന്ന് ആഗ്രഹിച്ചതാ. വരുന്ന വഴിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി ചത്തുപോണെന്ന് പ്രാർത്ഥിച്ചതാ. കൺമുമ്പിൽ ഇങ്ങനെ കൊണ്ട് കിടത്തി ദൈവം എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു. കൊല്ലാം, എല്ലാം അവസാനിപ്പിക്കാം. എന്നിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടി മീനാക്ഷിയും കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം.